ഹലോ ഡോക്ടർ സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാജേട്ടനപ്പോ വന്നു? ഇന്നലെ വൈകിട്ടെത്തി. വന്ന പാടെ യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഹോപ്പ് എവറിത്തിങ് ഇസ് ഫൈൻ. യെസ്, എവറിത്തിങ് ഇസ് ഫൈൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ അത്? എനിക്കൊരു പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ഹൈദരാബാദിലേക്ക്. ഈ വരുന്ന മൺഡേ അവിടെ റിപ്പോർട്ട് ചെയ്യണം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് അറിഞ്ഞത് ഗുഡ് ന്യൂസ് ആണെങ്കിലും നീ ഇവിടം വിട്ടുപോകുന്നു എന്നറിയുന്നത് ബാഡ് ന്യൂസാ. ഇന്ന് തേഴ്സ്ഡേ, നിന്റെ സെന്റ് ഓഫ് പാർട്ടി സാറ്റർഡേ. എന്റെ വക ഓഫീസേഴ്സ് മെസ്സിൽ. ഓക്കെ? ഓക്കെ സർ, താങ്ക് യു. ഹലോ. Dear friends, I take this opportunity to break one more good news to you. My wife is pregnant. Give her a big clap. എന്നാ പിരിയാം. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ പോവാൻ. ഓക്കെ, പിരിയാൻ. രാജേട്ടാ, ഞാൻ നാളെ വെളുപ്പിനുള്ള ട്രെയിനിന് പോവും. ഹൈദരാബാദിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം വീട് വരെ ഒന്ന് പോവാൻ. നീ എന്നെ വിട്ട് പോവാ അല്ലടാ? സാരമില്ല. നീ ഓരോ പടിയും ചവിട്ടിക്കയറുന്നത് കാണുന്നതിൽ ഈ ചേട്ടന് സന്തോഷമേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. രാജേട്ടാ, മോള് 1204 കയറി. ഒരു കുട്ടിയെ കണ്ടെന്ന് കയറിയതാ. ആണോ? ഞാൻ നോക്കിട്ട് വരാം. സ്മിത, സ്മിത, കമോൺ. ഒരു സർപ്രൈസ്. സണ്ണിയോ? നീ ഇവിടെ? ഞങ്ങൾ ഇപ്പൊ ചെക്ക് ഇൻ ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് ഫോർ എ ഹോളിഡേ. ഞങ്ങളൊരു ഹോളിഡേക്ക് വന്നതാ. ഞാനിപ്പോ ഇവിടെ പാങ്ങോട് ക്യാമ്പില. ഇത് ഡെയ്സി. ഡെയ്സി ഞാൻ എപ്പോഴും പറയാറില്ലേ രാജേട്ടൻ. ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വന്നിരുന്നു. പിന്നെ നിങ്ങളെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. കല്യാണം കഴിഞ്ഞത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി. പിന്നെ അവിടെ സെറ്റിൽ ചെയ്തു. ഡെയ്സിയുടെ പാരന്റ്സും ബാംഗ്ലൂരിലെ. അതാ നാട്ടിൽ തിരക്കിയപ്പോ വീട് വിട്ടു പോയിരിക്കുകയാണെന്ന് ചിറ്റപ്പൻ പറഞ്ഞത്. പിന്നൊന്നും പറഞ്ഞതുമില്ല. എന്താ മോളുടെ പേര്? നൈസ് നെയിം. സൂസൻ, എ ബിഗ് സർപ്രൈസ്. ഇതാരൊക്കെയാന്ന് നോക്ക്. ഇത് ഡെയ്സി. ഹലോ. ഹലോ. ആദ്യമായിട്ട് കാണുകയല്ലേ? ഏതായാലും ഈ പ്ലസന്റ് സർപ്രൈസ് നമുക്കൊന്ന് ആഘോഷിച്ചോളാം. നമ്മുടെ ചിറ്റപ്പനില്ലേ? ചിറ്റപ്പൻ ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് കൂടാ. പിന്നെന്താ? ഓക്കെ. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണച്ചാക്കിന്റെ മകളെ തന്നെയാണ് ഞാൻ കിട്ടിയത്. അതുകൊണ്ട് 3 കൊല്ലം കൊണ്ട് എന്റെ 3 പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ടു. ബാംഗ്ലൂരിൽ ഒരു വീടും വാങ്ങി. അമ്മ ഇപ്പൊ എന്റെ കൂടെ. ആൻഡ് ഐ എം ലക്കി. കാശിന്റെ ഔദാര്യങ്ങളുടെ ഒന്നും ഒരു അഹങ്കാരവുമില്ല ഡെയ്സിക്ക്. എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു പാവം പെൺകുട്ടി. രാജേട്ടനും ഹാപ്പി അല്ലേ? ഓ യെസ്, എക്സ്ട്രീംലി ഹാപ്പി. അന്നത്തെ ആ കാർമേഘം നീങ്ങിയതിനു ശേഷം പിന്നെ ഇതുവരെ മാനം കറുത്തിട്ടേയില്ല. ഗുഡ് ഈവനിങ് സണ്ണി. ഗുഡ് ഈവനിങ്. അല്ല, ഇതാര്? ചിറ്റപ്പന? എല്ലാവർക്കും ഇങ്ങോട്ടിരിക്കാം. അല്ല, നീ ഇപ്പൊ എവിടെയാ? ബാംഗ്ലൂരില്. ബാംഗ്ലൂർ നല്ല സ്ഥലം, നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്. 4-5 വീശിയിട്ട് സുഖമായിട്ടാണ് കിടന്നുറങ്ങാം. യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു. അതാ ചിറ്റപ്പനുള്ളത് വന്നു കഴിഞ്ഞു. ചിറ്റപ്പൻ തന്നെ അങ്ങോട്ട് പൊട്ടിച്ചേ. ഈ കുടുംബമേള ഞാൻ സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നു.
ഇനി എപ്പോ തിരുവനന്തപുരത്ത് വന്നാലും നേരെ ഇങ്ങോട്ട് പോരുക. ചുറ്റിക്കറങ്ങാനൊക്കെ ഇവിടുന്ന് പോവാം. ഇതിപ്പോ രാജേട്ടൻ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാ. രാജേട്ടനും സൂസനയും മോളും ബാംഗ്ലൂർക്ക് വരണം. ഞങ്ങളുടെ കൂടെയും കുറച്ചു ദിവസം താമസിക്കണം. ഷുവർ. ഇവരാരും വന്നില്ലെങ്കിലും നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ ചിറ്റപ്പൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും. നിങ്ങളുടെ കാര്യത്തിലും എനിക്കൊരു ശ്രദ്ധയുണ്ടാവും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റെ വേണ്ടപ്പെട്ടവരൊക്കെ കാണണം. അതെന്റെ ഒരു വീക്ക്നെസ്സാ. പിന്നെന്താ, കോട്ട ഉണ്ടാവണം. എന്തു കോട്ട? എമർജൻസി കോട്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വരുമ്പോ റമ്മ ഉണ്ടെന്നോട്ടാ. വരും. Yes? From Bangalore camp? Okay, connect me. Yes, Nambiar here. എപ്പോ? എവിടെ വെച്ച്? എന്നിട്ട്? My God. എന്താ വല്ലാതിരിക്കുന്നേ? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ? എന്ത് പറ്റി? നമ്മുടെ സണ്ണി ബാംഗ്ലൂരിൽ വെച്ച് സണ്ണി ഓടിച്ചിരുന്ന കാറില് ഒരു ട്രക്ക് വന്നിടിച്ചു. എന്നിട്ട് സണ്ണി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ ഡെയ്സിയും കുഞ്ഞും മരിച്ചു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത്? ഫേറ്റ് അല്ലാതെന്ത് പറയാം. സുസന, അടുത്ത ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് പോണം. ഞാൻ വരുന്നില്ല രാജേട്ടാ. എനിക്കിതൊന്നും കാണാനുള്ള ധൈര്യമില്ല. ശരി, എങ്കിൽ ഞാൻ പോയിട്ട് വരാം. പക്ഷെ അവനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? സണ്ണി അടക്കം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. അകത്തുണ്ട്, വരും. ഒരു ട്രക്ക് നിയന്ത്രണം വിട്ട് കാറിൽ വന്നിടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. ബോധം വീണപ്പോ ഹോസ്പിറ്റലില. പിന്നാണ് അറിഞ്ഞത് ഞാൻ മാത്രം ഡോർ തുറന്ന് തെറിച്ച്. എന്റെ മോൾ എന്റെ മടിയിലിരുന്നിട്ട് ഡെയ്സിയുടെ മടിയിലോട്ട് പോയതേ ഉള്ളൂ. എന്റെ ഡെയ്സി പോയി, മോള് പോയി. എന്തിനാ ദൈവം എന്നെ മാത്രം വിട്ട് കളഞ്ഞത്? എന്നെ ഡെയ്സിയും മോളും ഇവിടൊക്കെ ഉണ്ട്, എന്നെ വിട്ടു പോയിട്ടില്ല.